വീടിനകത്തോട്ട് ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതുപോലുള്ള വാൾ പെർഗോളാസ്. പക്ഷേ ഇത്തരത്തിലുള്ള വാൾ പെർഗോളാസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ചുമരിൻ്റെ ഹൈറ്റിൽ ഡബിൾ ഹൈറ്റിൽ 20 അടി ഹൈറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിനകത്ത് സേഫ്റ്റി ഗ്രില്ല് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ സേഫ്റ്റി ഗ്രില്ല് ചെയ്തിട്ടില്ലെങ്കിലും ഇതിന് നമ്മൾ സേഫ്റ്റിക്കായിട്ട് ഈ ഗ്ലാസ് തന്നെയാണ് സേഫ്റ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം അടിച്ചിരിക്കുന്നത് 3:1 സെക്ഷനാണ്. 3:1 GP സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അരേഞ്ച് സെക്ഷനും കൊടുത്ത് ഗ്ലാസ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻസൈഡിൽ നിന്നാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ ഫ്രെയിം കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഗ്ലാസ് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു കൂളിംഗ് ടൈപ്പ് ഗ്ലാസ് ആയിട്ടാണ് ഇത് തോന്നുന്നത്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമൽ ടഫൺ ഗ്ലാസ് അല്ല, ഇത് ലാമിനേറ്റഡ് ടഫണാണ്. ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ക്ലിയർ ഗ്ലാസും ഈ ഒരു സൈഡിൽ ടിൻറ്റഡ് ഗ്രേ കളർ ഗ്ലാസ്സും ആണ്. പക്ഷേ ഇതിൻ്റെ ഗ്രേ കളർ എന്നുള്ള ടെക്നിക്കൽ വേർഡാണ്. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ലാമിനേഷൻ. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത, ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പക്ക സേഫ്റ്റി ഗ്ലാസ് ആണ്. നിങ്ങൾ ഈ വീടിനകത്ത് ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ ഫുൾ ഗ്ലാസ്സുകളും ഫുൾ പാർട്ടീഷൻ ഫുൾ ഫിക്സ്ഡ് ഗ്ലാസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ലാമിനേഷൻ ഗ്ലാസ്സുകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ ഇൻസൈഡായിട്ട് വന്നു. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ല കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആണ്. കാരണം ഇത് ഡബിൾ സൈഡ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് കൊടുത്തിട്ടില്ല. ഔട്ടർ സൈഡിൽ മാത്രം കൂളിംഗ് ഗ്ലാസും ഇപ്പുറത്തെ സൈഡിൽ ഒരു ക്ലിയർ ഗ്ലാസും സെൻട്രൽ ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തത് ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ്, അതായത് അലുമിനിയത്തിൻ്റെ ആംഗിളർ വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡിൽ നിന്നാണ് കേട്ടോ ഇത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ സിലിക്കോൺ ഫില്ല് ചെയ്തതിന് ശേഷം ഗ്ലാസ് വെച്ച് ഈ ഒരു ചാനൽ വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് 4 സൈഡിലും ഈ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസിൻ്റെ ലുക്ക് കണ്ടില്ലേ, ഔട്ടറിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറായിട്ട് കാണാം. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, ഉച്ച സമയമാണ്. അപ്പോൾ നമ്മളിവിടെ സിലിക്കോൺ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ ലാസ്റ്റത്തെ ഒരു ഗ്ലാസും കൂടി മാത്രമായിട്ട് ഇടാനുള്ളത്. ഇതാണ് നമുക്ക് ആ ചാനൽ വരുന്നത് കേട്ടോ. ഈ ചാനലിലാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി മെറ്റലിൻ്റെ ഫ്രെയിം അടിച്ചിട്ടുണ്ട്. അതിനുശേഷം സിലിക്കോൺ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലാസ് വെച്ചതിന് ശേഷം ഇൻസൈഡ് നമ്മൾ ഈ ഒരു ചാനൽ വെച്ച് സ്ക്രൂ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും കൂടെ പറയാം. ഈ ചാനൽ നമുക്ക് അലുമിനിയം പൗഡർ കോട്ടഡ് ചാനലാണ്. ഇത് ഏത് കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ ഓൾറെഡി നമ്മളിപ്പോൾ സിലിക്കോൺ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബാക്കി എല്ലാ ഗ്ലാസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7ഓളം ഗ്ലാസ് നമ്മൾ ചെയ്തു. 20 അടി ഹൈറ്റിലാണ് കേട്ടോ, 6 മീറ്ററോളം ഹൈറ്റിൽ ഒരു വീടിൻ്റെ ഡബിൾ ഹൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഗ്ലാസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്ലാസിൻ്റെ വർക്ക് മാത്രമല്ല, ഈ സ്റ്റെയർ കേസും കുറച്ചധികം വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 3x3 സ്ക്വയർ ട്യൂബ്, ഒരു സ്റ്റെപ്പിൽ 2 വെർട്ടിക്കൽസ് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ട്യൂബ് 2.5 1.5 എന്നുള്ള സെക്ഷനാണ്, GP സെക്ഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൈമർ ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവേ ഈ ടിൻറ്റഡ് ഗ്ലാസ് ഇട്ടാൽ കുറച്ച് ചൂട് കുറവാണ്. എങ്കിലും നമുക്ക് ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ST 167 ഗ്രേഡിൽ വരുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. അത് പെർഫോമൻസ് ഗ്ലാസ്സാണ്. അത്തരത്തിലൊന്നും ചൂട് UV പ്രൊട്ടക്ഷനും ഈ ഗ്ലാസ് കിട്ടില്ലെങ്കിലും സാധാരണ ടഫൺ ഗ്ലാസ് ഇടുന്നേക്കാളും ഒരു പരിധി വരെ ചൂടും നമ്മളുടെ സൗണ്ട് പ്രൂഫും ആണ് കേട്ടോ. അത് സൗണ്ട് പ്രൂഫും കൂടിയാണ് ഈ ഒരു ലാമിനേഷൻ ഗ്ലാസ്. 100% സൗണ്ട് പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല. 100% സൗണ്ട് പ്രൂഫിലൊക്കെ പോകുന്നെങ്കിൽ SG ഗ്രേഡിലുള്ള ഗ്ലാസ്സുകളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സും കൂടി ഇൻസ്റ്റാൾ ചെയ്തു. കംപ്ലീറ്റ് ഗ്ലാസ് ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് നിങ്ങൾ നോക്കിയേ. ഇത് ഔട്ടറിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഗ്രില്ല് ഇല്ലാതെ ചെയ്തതുകൊണ്ട് ആ സേഫ്റ്റീൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ലാമിനേഷൻ ഗ്ലാസ് കൊടുത്തതുകൊണ്ട് ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പുറത്തത്തെ ഗ്ലാസ് മാത്രമാണ് ബ്രേക്ക് ആവുക കേട്ടോ. ഇത് കൂടാതെ ഈ ഒരു റൂഫ് കണ്ടില്ലേ നമ്മൾ ഔട്ടർ സൈഡിൽ ചെയ്ത റൂഫിംഗ് വർക്കാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു വർക്ക്. ഓപ്പൺ ടെറസിൽ അവർക്കൊരു സ്പേസിൽ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്ത നോർമൽ ട്രഫോർഡ് ഷീറ്റിൽ ചെയ്തെടുത്തൊരു വർക്ക്. ഫ്രണ്ടിലായിട്ട് നമ്മൾ പോളികാർബൺ ഷീറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2mm 3mm തിക്നെസ്സിൽ വരുന്ന പോളികാർബൺ ഷീറ്റ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ പോളികാർബൺ ഷീറ്റും നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ബ്രൗൺ കളറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള മെറ്റലിലൊരു ഡിസൈൻ വർക്കും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ടറിൽ നിന്ന് നോക്കുമ്പോൾ ആ
ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഷീറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു ഡിസൈൻ കൊടുത്തതാണ്. ഓക്കെ, ഇത് ബാക്ക് സൈഡിൽ നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ താഴെ ഒരു പാഷും ഉണ്ട്. ഈ ഒരു ഭാഗത്തും പോളികാർബൺ ഷീറ്റിൻ്റെ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ നമുക്ക് ഈ ഗ്ലാസിൻ്റെ വർക്കിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുമ്പോൾ, ഇത്തരത്തിൽ ലാമിനേഷൻ ഗ്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസ് കൂടും കേട്ടോ. മാത്രമല്ല, ഈ ഒരു ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ കാര്യം കൂടി പറയുവാണ്. ആ ഡോർസ് ഫ്രെയിം നമ്മൾ തന്നെ സപ്ലൈ ചെയ്തതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു ലാമിനേഷൻ ഗ്ലാസിൻ്റെ സേഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ. സാധാ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രില്ലില്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് അകത്ത് കിടക്കാം. പക്ഷേ ഇത്തരത്തിൽ ലാമിനേഷൻ ഗ്ലാസ് ഇടുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റിയും കൂടി കിട്ടുമെന്നുള്ളതാണ്. ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പുറത്തത്തെ ഗ്ലാസ്സാണ് ബ്രേക്ക് ആവുക, അകത്തത്തെ ഗ്ലാസ് ബ്രേക്ക് ആവാൻ കുറച്ച് സമയമെടുക്കും. ഈ സ്റ്റീൽ വിൻഡോസ് കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്തതാണ്. ടാറ്റ GI ഷീറ്റിൽ നമ്മൾ ചെയ്തെടുത്ത വിൻഡോസാണ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഔട്ടർ ലുക്ക് ഒന്ന് നോക്കാം. നമ്മളെ ഗ്ലാസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഉള്ള മാറ്റം, ആ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഔട്ടറിൽ നിന്ന് നോക്കുമ്പോൾ ഉച്ച സമയതുകൊണ്ട് നല്ല ഡാർക്കായിട്ടാണ്, കുറച്ചൊക്കെ ഡാർക്കായിട്ടാണ് ഈ ഒരു ഗ്ലാസ് കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അത് ആ ടിൻറ്റഡ് ഗ്ലാസിൻ്റെ പുറത്ത് വെച്ച ഗ്ലാസ് ടിൻറ്റഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉച്ച സമയത്ത് ഡയറക്റ്റ് വെയിലടിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കുറച്ച് ചൂട് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഇട്ടത്. പിന്നെ സിലിക്കോൺ അടിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു. ഇത്തരത്തിലാണ് നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തതാണ്. ഇൻറ്റീരിയറിൽ മെറ്റലിൻ്റെ ഒരു പാർട്ടീഷൻ. ഇത് നമുക്ക് ഇനി ഇത് ഫിനിഷിങ് വർക്കുകളൊക്കെ വരാനുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയ ഇൻറ്റീരിയർ പാർട്ടീഷൻസ് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് GP ട്യൂബ്സിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ സ്റ്റീലിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡോറ് കണ്ടില്ലേ, ഈ ഡോറ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തതാണ്. ഈ ഡോറ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വുഡൻ ഡോറാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് പക്ക GI കൊണ്ട്, ഗാൽവനൈസ്ഡ് ആയത് കൊണ്ട്, നമ്മൾ ടാറ്റ GI കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഡോറാണ്. ഡോറ് ലോക്ക് അടക്കം നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലാണെങ്കിൽ ഈ ഒരു വിൻഡോ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ് മാത്രമാണ് അതിൽ ഇടാനുണ്ടാവുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഡോറ്, ഈ വീടിൻ്റെ മെയിൻ ഡോറ് നമ്മൾ തന്നെ സപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടഡ് ഡോറാണ്. ഇതും സ്റ്റീലിൻ്റെ ഡോർ തന്നെയാണ്. മൾട്ടി ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്ന ഇമ്പോർട്ടഡ് ഡോറാണ്. ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഡോറാണ് കേട്ടോ. എല്ലാം നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഡോർസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം.